വെൽക്കം ബാക്ക് ടു ദി ഡിവൈൻ മെർസി ട്രൈബൽ ടോക്സ്. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ദൈവകരുണയുടെ ഒറിജിനൽ ഛായാചിത്രം നിത്യപുരോഹിതനായ ഈശോയുടെ ചിത്രമാണ്. ഹെബ്രായ ലേഖനം 7:17 നമ്മൾ വായിക്കുന്നു, നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട്. ഒരു പുരോഹിതനെ പോലെ വെള്ള വസ്ത്രം ധരിച്ച് ആശീർവദിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവിനെയാണ് കരുണയുടെ ഛായാചിത്രത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ ഛായാചിത്രം ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ നിനക്ക് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നീ പുരോഹിതനോട് ചേർന്ന് നിൽക്കണം. പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ തലമുറകളിലേക്ക് അനർഗളമായ ദൈവ കരുണ ഒഴുകി വരുന്നത് എന്ന് കരുണയുടെ ഛായാചിത്രത്തിലൂടെ കർത്താവ് നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനത്തിൽ 105:15 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ അഭിഷിക്തന് തൊട്ടുപോകരുത് എന്ന്. ഈ കാലഘട്ടത്തിൽ പുരോഹിതന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ പലതരത്തിലുള്ള കുറവുകൾ കാണും, പല ബലഹീനതകൾ കാണും. ഇതെല്ലാം കാണുമ്പോൾ ഒരു പുരോഹിതനെ വെല്ലുവിളിക്കാനും ചീത്ത വിളിക്കാനും താറടിച്ച് കാണിക്കാനും പുരോഹിതന്റെ നേരെ കൈ ഉയർത്താനും നമ്മൾ തയ്യാറാകുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരു പുരോഹിതനെ തെരഞ്ഞെടുത്തത് നമ്മളാരും വോട്ടിട്ട് തെരഞ്ഞെടുത്തതല്ല. ഒരു പുരോഹിതനെ, ഒരു വ്യക്തിയെ പുരോഹിതനായി അഭിഷേകം ചെയ്യുന്നത് ദൈവമാണ്. ദൈവം എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ട് എന്നുള്ളത് നമ്മളെക്കാൾ വ്യക്തമായി ദൈവത്തിന് അറിയാം. ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആരാണ് കുറ്റം ആരോപിക്കുക? പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൽ കുറവുകൾ കണ്ടാൽ പോലും നാം ചെയ്യേണ്ട ഒരു കാര്യം പുരോഹിതന് വേണ്ടി തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് പൗരോഹിത്യത്തോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹം പ്രാപിക്കണമെന്ന്, ദൈവ കരുണ സ്വീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കരുണയുടെ കൂദാശയായ പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ കാലഘട്ടത്തിൽ കർത്താവ് കരുണയുടെ ഈ ഛായാചിത്രത്തിലൂടെ ദൈവജനത്തോട് ആവശ്യപ്പെടുകയാണ്. മറന്നുപോകരുത്, പുരോഹിതനോട് ചേർന്ന് ജീവിക്കുക. ഈ കാലഘട്ടത്തിൽ പുരോഹിതനോട് ചേർന്ന് ജീവിക്കുക. അതാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ സന്ദേശത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you abundantly.